ഞങ്ങള് നെല്ല് വിതയ്ക്കുകയാണ്. ഇത് വയലാണല്ലോ ഇപ്പം യഥാർത്ഥത്തില്. എല്ലാരും വാരിയിട്, വാരിയിട്, എല്ലാരും വാരിയിട്, എല്ലാരും നെല്ല് കിളിക്കട്ടെ, കിളിക്കട്ടെ, കിളിക്കട്ടെ. ഇതിനേക്കാൾ ഗതികെട്ടൊരു പഞ്ചായത്ത് വേറെയില്ല. വഴിയിൽ തടയാൻ തയ്യാറാവും. അതിന് എത്ര ഗുണ്ടകളെ വിളിച്ചാലും. പത്തനാപുരം ഏനാത്ത് റോഡ് വളരെ ദയനീയമായി ഗതാഗത യോഗ്യമല്ലാത്ത വിധത്തിൽ ഇപ്പോൾ കിടക്കുകയാണ്. ഇത് ജില്ലാ പഞ്ചായത്തിന്റെ റോഡായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ജില്ലാ പഞ്ചായത്ത് ധാർമ്മികമായി ഇത് ഏറ്റെടുത്തുകൊണ്ട് പണി ആരംഭിച്ചപ്പോൾ അന്നത്തെ ഇവിടെ സ്ഥല MLA ഇത് ജില്ലാ പഞ്ചായത്ത് സർക്കാരിന് വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനങ്ങൾ തരികയും ജില്ലാ പഞ്ചായത്ത് PWD ഡിപ്പാർട്ട്മെന്റിന് വിട്ടുകൊടുക്കുകയും ചെയ്ത റോഡായിരുന്നത്. ഇതിന്റെ ഉദ്ഘാടനം അദ്ദേഹം തന്നെ 3 പ്രാവശ്യം നടത്തി കഴിഞ്ഞു. റോഡിന്റെ വളരെ മോശമായ സമീപനത്തോടുകൂടി ഈ ജനങ്ങൾക്ക് നടക്കാൻ കഴിയാത്ത വിധത്തിൽ, ഗതാഗത യോഗ്യമല്ലാത്ത വിധത്തിൽ, വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത വിധത്തിൽ പത്തനാപുരം ഏനാത്ത് റോഡ് വളരെ ഗതികേടിലായി കുണ്ടും കുഴിയുമായി കിടക്കുന്ന സാഹചര്യമാണ് നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്നത്. ഇത് MLA പിടിപ്പുകേടാണ്. ഒരു ജനപ്രിയ എന്നുള്ള നിലയിൽ, ഒരു MLA എന്നുള്ള നിലയിൽ ഇത് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. കാര്യക്ഷമമായ ഇടപെടൽ മന്ത്രിയായിരുന്നിട്ട് പോലും നടത്തി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് സ്വസ്ഥമായി നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. ഇത് MLAക്ക് മാത്രമേ ഈ റോഡ് ചെയ്യാൻ കഴിയൂ. കാരണം കേരള സർക്കാർ നേരിട്ട് നടത്തുന്ന റോഡാണ്. അപ്പൊ ഈ റോഡ് അടിയന്തരമായി നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ നിവേദനങ്ങളും പരാതികളും കോൺഗ്രസ്സുകാരും കൊടുത്തിട്ട് പോലും ഈ ഇവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റിയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഇതിനേക്കാൾ ഗതികെട്ടൊരു പഞ്ചായത്ത് വേറെയില്ല. പഞ്ചായത്തുകാർക്ക് വേണമെങ്കിൽ ഇത് നേരിട്ട് അഭ്യർത്ഥിക്കാം, എളുപ്പം നന്നാക്കണമെന്ന്. ഇതൊന്നും ചെയ്യുന്നില്ല. MLA ഇത് ഇവിടുത്തെ ജനങ്ങളെ അവഗണിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഞങ്ങൾ അതുകൊണ്ട് കോൺഗ്രസിന്റെ വട്ടാഴി വടക്കേക്കര മണ്ഡലം കമ്മിറ്റി ഈ സമരം ഏറ്റെടുത്തിരിക്കുകയാണ്. ജർമ്മൻ ടെക്നോളജി എന്താണ്? ജർമ്മൻ ടെക്നോളജി എന്താണ്? എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ച് എന്തുണ്ട്? ഇതിന്റെ അടിസ്ഥാനപരമായ വിഷയം എന്താണെന്ന് അറിയാമോ? എന്റെ ആക്ഷേപമൊന്നുമല്ല. ഇത് സർക്കാരിന്റെ ഖജനാവിൽ നിന്നും പണം തട്ടിയെടുക്കുന്നതിന് വേണ്ടി അധിക എസ്റ്റിമേറ്റ് ഉണ്ടാക്കി പണം തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടിയുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ആണ് ഈ റോഡ് ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. നിലവിലുള്ള എസ്റ്റിമേറ്റിനേക്കാൾ കൂടുതൽ എബവ് എസ്റ്റിമേറ്റ്, അധിക എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അത് കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് ചോർത്തുന്നതിന് വേണ്ടി ആ അധിക എസ്റ്റിമേറ്റിന് വേണ്ടി കൊടുത്തിരിക്കുന്നു. അത് പാസ്സാക്കാത്തതിന്റെ പേരിലാണ് ഈ പണി ഇതുവരെ നടക്കാതെ കിടക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് അതൊന്നും അറിയണ്ട. അടിയന്തരമായി ഈ റോഡ് MLA ഇത് അടിയന്തരമായി നടത്താത്ത പക്ഷം അടുത്ത സമരപരിപാടികളെ കുറിച്ച് കോൺഗ്രസും ഞങ്ങൾ ആലോചിക്കുമെന്നുള്ളത് യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് ബഹുമാനരെ, അടിയന്തരമായി ഗവൺമെന്റ് ഇടപെടണം, പഞ്ചായത്ത് ഇടപെടണം, MLA അടിയന്തരമായി ഇടപെടണം. എന്ത് ചെയ്തൂടെ? ഈ പട്ടാഴി പഞ്ചായത്തിലെ വികസനത്തിന് വേണ്ടി ഒരു MLA എന്നുള്ള നിലയിൽ, ഇപ്പോഴത്തെ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് മന്ത്രി എന്നുള്ള നിലയിൽ എന്താണ് അദ്ദേഹം ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ തീർച്ചയായും ഈ നാട്ടുകാരുടെ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുന്നു. അടിയന്തരമായി ഈ റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഉപരോധ സമരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങള് നെല്ല് വിതയ്ക്കുകയാണ്. ഇത് വയലാണല്ലോ ഇപ്പം യഥാർത്ഥത്തില്. ഈ വയലിൽ നെല്ല് വിതയ്ക്കുന്നു, റോഡല്ലേ ഇത്. അതെ, ഞങ്ങള് ഈ വയലില്, ഈ റോഡെന്ന് പറഞ്ഞ വയലിൽ നെല്ല് വിതച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാരും വാരിയിട്, എല്ലാരും വാരിയിട്, എല്ലാരും നെല്ല് കിളിക്കട്ടെ, കിളിക്കട്ടെ, കിളിക്കട്ടെ. 2 തവണ സംസ്ഥാനത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിമാരെ കൊണ്ടുവന്ന്, വിവിധങ്ങളായ മന്ത്രിമാരെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിച്ച റോഡാണ്. ആ റോഡ് ഇന്ന് ജർമ്മൻ ടെക്നോളജി എന്ന് പറഞ്ഞ് ഇവിടെ സ്ഥാപിച്ചതിന് ശേഷം ഇപ്പോൾ നടക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ റോഡിനെതിരെയുള്ള പ്രതിഷേധം പല തവണ പല രീതിയിൽ ഇവിടെ പല ആളുകൾ ഇവിടെ പ്രതിഷേധിച്ചിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും പത്തനാപുരത്തിന്റെ MLA തയ്യാറായിട്ടില്ല എന്നതേറെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. പത്രാഴി വടക്കേക്കരയിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട വീതിയാണ്. ഈ വീതി ഇന്നും വൃത്തിയാക്കാതിരിക്കുന്നത്
കാലാകാലഘട്ടങ്ങളിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുന്ന ജനങ്ങളാണ് പട്ടാഴി വടക്കേക്കരയിൽ എന്നുള്ളത് കൊണ്ട് അവർ എങ്ങനെയൊക്കെ ചെയ്താലും ഞങ്ങൾ വോട്ട് തരും എന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ധാർഷ്ട്യത്തിന്റെ ഭാഗമാണോ എന്ന് യൂത്ത് കോൺഗ്രസ് സംശയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ റോഡിന്റെ ഉദ്ഘാടനം നടക്കുമ്പോ, ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുമ്പോ പത്തനാപുരത്തിന്റെ MLA പറഞ്ഞു 139 നിയമസഭാ മണ്ഡലത്തിലെ MLA-മാരും ഈ ജർമ്മൻ ടെക്നോളജി ആവിഷ്കരിക്കണമെന്ന്. ഇതാണോ ജർമ്മൻ ടെക്നോളജി? 2 വർഷം കഴിഞ്ഞിട്ട് കുഴികളായി കിടക്കുന്നു. ഇതുപോലെ നടക്കാൻ പോലും പറ്റില്ല. ബൈക്ക് യാത്രക്കാരെല്ലാം വീണവരുടെയൊക്കെ നടുവൊടിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതാണോ പത്തനാപുരത്തിന്റെ MLA-യുടെ ജർമ്മൻ ടെക്നോളജി? ഇത്തരം പ്രവൃത്തിയാണ് മറ്റു പഞ്ചായത്തുകളിലെല്ലാം നടത്തുന്നത്. പുന്നലയിലേക്ക് പോകുന്ന റോഡ് സമാനമായ സാഹചര്യത്തിലാണ്. കറവൂരേക്ക് പോകുന്ന റോഡ് സമാനമായ സാഹചര്യത്തിലാണ്. കമൂഞ്ചേരിയിലേക്ക് പോകുന്ന റോഡ് സമാന സാഹചര്യത്തിലാണ്. ബഹുമാനപ്പെട്ട UDF ഗവൺമെന്റിന്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നിർമ്മിക്കപ്പെട്ട അനുവദിച്ച ഫണ്ടുകളുടെ റോഡുകളെല്ലാം, പ്രധാനപ്പെട്ട റോഡുകളെല്ലാം ഇപ്പോൾ വീണ്ടും തകരാൻ തുടങ്ങിയിരിക്കുന്നു. അത് മെയിൻ്റെനൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. താലൂക്ക് ആശുപത്രി നേരെ ചൊവ്വേ നിർമ്മിക്കാൻ സാധിക്കുന്നില്ല. സമഗ്ര മേഖലയിലും പരാജയപ്പെട്ട പത്തനാപുരത്തിന്റെ MLA ഇനിയും റോഡ് തോടാക്കി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു കാരണവശാലും പത്തനാപുരത്തിന്റെ MLA റോഡിലൂടെ നടക്കാൻ യൂത്ത് കോൺഗ്രസ് അനുവദിക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. വഴിയിൽ തടയാൻ തയ്യാറാവും. അതിന് എത്ര ഗുണ്ടകളെ വിളിച്ചാലും. ഇവിടെ സമരവുമായി പദയാത്ര നടത്തിയ ആളാണ്. അങ്ങനെ അനവധി സമരങ്ങൾ കണ്ടിട്ടും അനങ്ങാപ്പാറ നയവുമായി ഇനിയും മുന്നോട്ട് പോയാൽ പത്തനാപുരത്തിന്റെ MLA വലിയ വില കൊടുക്കേണ്ടി വരും. അത് യൂത്ത് കോൺഗ്രസ് ഈ സമരം വലിയ തോതിൽ ഇനി എത്രയൊക്കെ സുരക്ഷാ ജീവനക്കാരെ നിങ്ങൾ വിന്യസിച്ചാലും, എത്രയൊക്കെ സേനാ വിഭാഗങ്ങളെ നിങ്ങൾ വിന്യസിച്ചാലും, നിങ്ങൾ ആരെയൊക്കെ എവിടെ നിന്ന് കൊണ്ടുവന്ന് ഗുണ്ടാപ്പണിക്ക് കൊണ്ടുവന്നാലും പത്തനാപുരത്തെ യൂത്ത് കോൺഗ്രസ് വിചാരിച്ചാൽ പത്തനാപുരത്തിന്റെ MLA റോഡിലൂടെ നടക്കില്ല. അദ്ദേഹം എത്ര ഔദ്യോഗിക വാഹനത്തിന്റെ അകമ്പടിയിൽ പോയാലും നിങ്ങളെ ഞങ്ങൾ തടയും എന്ന് പറയുന്നു. ഈ റോഡ് അടിയന്തരമായി വൃത്തിയാക്കിയില്ലെങ്കിൽ ഈ സമരം പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റി ഏറ്റെടുക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവിധമായ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്.